ഗൈസ് ഇന്ന് രാവിലെ നീച്ചപ്പോൾ നല്ലൊരു സുഖം. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ടുള്ളൂ മേലത്തെ കട്ടിൽ വന്ന് അടിക്കൊന്ന് ഇറങ്ങി കിടക്കണം. ഇത് എനിക്ക് മാത്രമല്ല ഏതൊരു പ്രവാസിക്കും മേലത്തെ കട്ടിൽ വന്ന് അടിയത്തെ തട്ടിക്കൊന്ന് ഇറങ്ങി കിടന്നാൽ നല്ലൊരു സുഖമായിട്ട് കിടന്നുറങ്ങാം. മേലെ കിടക്കണൊക്കെയുള്ള വിഷയം എന്താ വെച്ചാൽ രാവിലെ നീച്ചാൽ ആ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങണം. പിന്നെ അതേമാതിരി രാത്രി ഒന്ന് തിരിഞ്ഞിടന്നാൽ രാവിലെ നീച്ചിക്കുമ്പോൾ ചെക്കൻ ചോദിക്കും മേലെന്തേലും ഗുസ്തി കളിക്കാന്ന് ചോദിച്ചു. അങ്ങനെ ഒച്ചയും പുള്ളിയാക്കി. അപ്പോൾ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി എന്തായാലും നിർബന്ധം. നമ്മളെ പേരിലാണെന്നുണ്ടെങ്കിൽ പൊടിയും തട്ടി നീച്ച് പോയാൽ മതി. ഇമ്മ പെങ്ങളാരെങ്കിലും റൂമിൽ കയറി കഴിഞ്ഞാൽ സാധനം മടക്കി വെച്ചാലും ഇവിടെ ഇപ്പോൾ പറ്റൂലല്ലോ, നമ്മൾ തന്നെ മടക്കിയേക്കണ്ടേ. അപ്പോൾ ആ പരിപാടിക്ക് കഴിഞ്ഞാണ്ട് നമ്മൾ പുറത്ത് പോയപ്പോഴാണ് മജുക്കാൻ്റെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. വേറൊന്നല്ല, ചെക്കൻ്റെ ബെഡ്ഷീറ്റും പുതപ്പും ഇവിടെ വെച്ചാണ്ട് പോയിന്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി എടുത്തേക്കാന്ന് വിചാരിച്ചാണ്ട് നമ്മൾ അത് എടുത്താണ്ട് വാഷിംഗ് മെഷീൻ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ തിരുമ്പാട്ട് ആരോ എടുത്താണ്ട് ബക്കലിലിട്ടിരിക്കുന്നത്. അത് എടുത്താണ്ട് തോരട്ടാണ്ട് നമുക്കിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. വേറൊന്നല്ല, ഇന്ന് റമളാൻ ഒന്നാണ്. അപ്പം നോമ്പറക്കാൻ വേണ്ടിയാണ്ട് എന്തായാലും ഇന്ന് കടയിലേക്ക് പോകും. അപ്പോൾ ആ പരിപാടിക്ക് കഴിഞ്ഞാണ്ട് കുളിച്ചു മാറ്റി നിസ്കരിച്ചാൽ നിന്നപ്പോഴാണ് കാല് നല്ല വേദന എടുക്കുന്നത്. കാരണം നമ്മൾ കളിച്ചാൻ പോയിട്ട് കാലൊന്ന് ചെറുതായിട്ടൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു. വലിയ ഇഞ്ചറി ഒന്നല്ല, കാരണം കാലിൻ്റെ ആംഗിൾ ചെറുതായിട്ട് നൽകി. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ മാറ്റിയിട്ട് നേരെ ഷോപ്പിക്കുകയാണ്. ഇമ്മാനോടൊന്നും ഏതായാലും കാര്യം പറഞ്ഞിട്ടില്ല. ഇമ്മാനോട് പറഞ്ഞ അമ്മ ബേജാറ്. ഇമ്മ കുളിച്ചുമ്പോൾ ഒരു തലവേദനയാണെന്ന് പറഞ്ഞാൽ ഇമ്മ പറയും എന്തിനാ കഷ്ടപ്പെടുന്നത്, ഇമ്മ കുട്ടി ഇങ്ങോട്ട് പോരാറ്. അതിപ്പോ എൻ്റെ അമ്മ മാത്രമല്ല കേട്ടോ, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. മക്കൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് ഭയങ്കര ഇടങ്ങേറൊക്കെ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഏതായാലും നമുക്ക് കാലുമ തേക്കാൻ ക്രീമൊക്കെ തന്നിരുന്നു. ക്രീം തേച്ചാണ്ട് ആ ബാൻഡേജ് ഇട്ടാണ്ട് നമ്മൾ നേരെ ഷോപ്പൊക്കെ കിട്ടും. ഷോപ്പിലെത്തിയപ്പോൾ തന്നെ ചെക്കന്മാരൊക്കെ പരിപാടി തുടങ്ങി. നമ്മളെ ഷോപ്പിൽ ഏതായാലും ഇഫ്താർ ഏതായാലും ഫ്രീ ആയതുകൊണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇയാളെ കണ്ടത്. ഇയാൾ തൊപ്പിയൊക്കെ ഇട്ടൊന്ന് ഷെയറാക്കണം. റമളാൻ മാസം ആളെങ്ങനെ ഉണ്ടായാലും ആർക്കും മനസ്സിലായല്ലോ, കാരണം ലൈവ് ബഹ്റൈൻ പറഞ്ഞ പേജ് ഇയാളാണ് കൊണ്ട്. അപ്പോൾ മൂപ്പരോട് കുറച്ച് നേരം വർത്താനാണ്. നമ്മൾ നോമ്പ് തുറന്നാണ് നേരെ റൂമിൽ കിട്ടും. റൂമിലെത്തിയാണ്ട് ചെറിയൊരു മയക്കം കഴിഞ്ഞപ്പോൾ ചെക്കൻ നമുക്കുള്ള ഫുഡും കൊണ്ടുവന്നു. അപ്പോൾ ഓക്കെ എന്നാ ഇന്ന് ഇത്രേ ഉള്ളൂ. ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നാളെയും കൂടി കാണാം. ശുക്രാൻ.